നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മളുടെ ഏജൻസികൾക്ക് EPI മോഡലിൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള നെറ്റ് ബാങ്കിങ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. യൂസറിനെ ക്രിയേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസർ ടൈപ്പ് അഡ്മിൻ മേക്കർ ഉള്ളവർക്ക് മാത്രമാണ് കിട്ടുക. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. യൂസർ ടൈപ്പ് A/M, A എന്നുള്ളത് അഡ്മിന് വേണ്ടിയിട്ടും M എന്ന് പറയുന്ന മേക്കറിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഇതിൽ യൂസർ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നത് നമ്മുടെ യൂസർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടാബിൻ്റെ ഉള്ളിലാണ്. ഇവിടെ യൂസർ ക്രിയേഷൻ മാത്രമല്ല, നമ്മളുടെ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ, അത് നമ്മുടെ നെറ്റ് ബാങ്കിങ് അല്ലാത്ത യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ യൂസർ പ്രൊഫൈൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മളുടെ താഴെയുള്ള സബ് ഏജൻസികളുടെ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് നമ്മൾ പോകുന്നത് യൂസർ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് പോകുന്നത്. നെറ്റ് ബാങ്കിങ് യൂസേഴ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കസ്റ്റമർ ID കഴിഞ്ഞിട്ട് M എന്നുള്ളത് മേക്കറിനും C എന്നുള്ളത് ചെക്കറിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ ID അത് കഴിഞ്ഞിട്ട് മേക്കർ ആണെങ്കിൽ M എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലെത്തും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് യൂസർ ഫോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും: ഓൺ അക്കൗണ്ട്, ചൈൽഡ് അക്കൗണ്ട്. നമ്മൾ എപ്പോഴും ചൈൽഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ചൈൽഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏജൻസിയുടെ താഴെയുള്ള ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ അക്കൗണ്ടാണ്, ഏതൊക്കെ ഏജൻസിയാണ് നമ്മുടെ താഴെയുള്ളതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു ഡ്രോപ്പ് ഡൗണിൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ട ഏജൻസിയെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം യൂസർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഈ യൂസർ മോഡിൻ്റെ ഉള്ളിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന യൂസേഴ്സിന് മാത്രമാണ് ഈ നെറ്റ് ബാങ്കിങ് ആവശ്യം. അതായത് ഒരു പേയ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന രണ്ടുപേർക്ക്. ഇപ്പോൾ വ്യൂ യൂസർ ആണെങ്കിൽ ലോക്കൽ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന റോള് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു യൂസറിന് തന്നെ മൾട്ടിപ്പിൾ റോൾസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും താഴത്തെ ലെവലിലുള്ള ചൈൽഡ് ഏജൻസി ആണെങ്കിൽ അവർക്ക് നമ്മൾ വേറെ യൂസർ റോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് യൂസർ ടൈപ്പാണ് അടുത്തത് കൊടുക്കേണ്ടത്. ഇവിടെ യൂസർ ടൈപ്പ് നോക്കുമ്പോൾ നമുക്കിവിടെ അഡ്മിൻ റോൾ, മേക്കർ റോൾ, ചെക്കർ റോൾ, വ്യൂ റോൾ. വ്യൂ റോൾ ഉള്ളവർക്ക് ലോക്കൽ യൂസർ മാത്രം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏജൻസികൾക്ക് ഒരിക്കലും നമ്മൾ അഡ്മിൻ റോൾ കൊടുക്കാൻ പാടില്ല. അവർക്ക് മേക്കർ അല്ലെങ്കിൽ ചെക്കർ, ഇതിലേതെങ്കിലും ഒരു റോൾ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതേസമയം നമ്മളുടെ താഴെയുള്ള ഏജൻസിക്ക് വീണ്ടും താഴേക്ക് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഡ്മിൻ റോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ യൂസറിൻ്റെ പേര് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെറ്റ് ബാങ്കിങ് എടുക്കുമ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് നെറ്റ് ബാങ്കിങ് യൂസർ ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. നെറ്റ് ബാങ്കിങ് യൂസർ ID എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ സെലക്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് പോർട്ടലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സിന് ഇവിടെ ലിസ്റ്റഡ് ആവും. നമ്മൾ അതിൽ യൂസർ സെലക്ട് ചെയ്യുക. M എന്നുള്ളത് മേക്കറിന് വേണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വാല്യൂ കറക്റ്റ് ആവും. അതിനുശേഷം നമ്മളിവിടെ ഇമെയിൽ ID കൊടുക്കുക, കംപ്ലീറ്റ് ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂസർ ക്രിയേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് യൂസർ ടൈപ്പ് എന്നുള്ളത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഏജൻസികൾക്ക് ഒരിക്കലും അഡ്മിൻ റോൾ കൊടുക്കരുത്. നെറ്റ് ബാങ്കിങ് മോഡിൽ അല്ലെങ്കിൽ യൂസർ ക്രിയേഷനിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ID വന്നിട്ടുള്ളവർക്ക് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബാങ്കിൽ നിന്ന് ID ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ പോർട്ടലിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ താഴത്തുള്ള ഏജൻസികൾക്ക് ഇവിടെ ID ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്കൂളുകളോടോ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള സ്ഥാപനത്തിൻ്റെ അടുത്ത് ബാങ്കിൽ പോയി ഇത് എഗ്രിമെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളുടെ യൂസർ ID പാസ്വേഡ് വാങ്ങാൻ ആവശ്യപ്പെടേണ്ടത്. അതായത് ഇവിടെ യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാങ്കുകളിലേക്ക് പോകേണ്ടതും
അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ, അതായത് ഫസ്റ്റ് ലോഗിൻ ആ പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്തില്ലെങ്കിൽ ആ കിറ്റ് ഉപയോഗശൂന്യമായി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യം യൂസർ നമ്മളുടെ നെറ്റ് ബാങ്കിങ് യൂസർ CSS പോർട്ടൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ താഴെയുള്ള ഏജൻസികളോട് ബാങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറയുക. അതിന് മുന്നേ ബാങ്കിൽ പോയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ യൂസർ കൊണ്ട് ഉപയോഗം ഇല്ലാതാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴേക്ക് വേറെ സബ് ഏജൻസികൾ ഇല്ലാത്തവർക്ക് ഒരിക്കലും അഡ്മിൻ റോൾ കൊടുക്കരുത്. മേക്കർ അല്ലെങ്കിൽ ചെക്കർ റോൾ മാത്രം കൊടുക്കുക. വ്യൂ റോൾ മാത്രം ആവശ്യമുള്ളവർക്ക് ലോക്കൽ യൂസർ മാത്രം ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് യൂസർ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ എല്ലാ ഡീറ്റെയിൽസും, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയുന്നത് ആളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ നേരെ നമ്മളുടെ ചെക്കറിലേക്ക് പോവുകയും അവിടെ ഓതറൈസ് ചെയ്യുമ്പോൾ യൂസർ ആക്റ്റീവ് ആവുകയും ചെയ്യും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെറ്റ് ബാങ്കിങ് യൂസർ പാസ്വേഡിനായിട്ട് ബ്രാഞ്ചുകളെ സമീപിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് യൂസറിൻ്റെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു നെറ്റ് ബാങ്കിങ് യൂസറിന് 2 പാസ്വേഡാണ് ഉള്ളത്. ഒന്ന് ലോഗിൻ പാസ്വേഡും ഒന്ന് ട്രാൻസാക്ഷൻ പാസ്വേഡും. ആദ്യം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആണ് ലോഗിൻ പാസ്വേഡ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം പേയ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണ് ട്രാൻസാക്ഷൻ പാസ്വേഡിൻ്റെ ആവശ്യം. ഈ പാസ്വേഡുകൾ തെറ്റിപ്പോയാൽ ഒരു ദിവസം 3 പ്രാവശ്യം തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ യൂസർ ID ലോക്ക് ആവുന്നതായിരിക്കും. ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂസറിനെ അൺലോക്ക് ചെയ്യാൻ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു പോയാലും പുതിയതായിട്ട് കിറ്റ് ഇഷ്യൂ ചെയ്യുകയും അത് കണക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുകയും ചെയ്താൽ മാത്രമേ പാസ്വേഡ് മറന്നുപോയാലും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് കഴിയുന്നതും ഈ പാസ്വേഡുകൾ സൂക്ഷിക്കുക. അതുപോലെ നെറ്റ് ബാങ്കിങ് യൂസർ ക്രെഡൻഷ്യൽസ് ആണ്, ഇതിന് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ID, ലോഗിൻ പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇത്രയും ആരുമായിട്ട് ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നെറ്റ് ബാങ്കിങ് യൂസറുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്.